ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റത്തിലാണ്. നമ്മുടെ ശരീരം മുഴുവൻ വർക്ക് ചെയ്യുന്നെങ്കിലും എപ്പോഴും വർക്ക് ചെയ്യുന്ന രണ്ട് സിസ്റ്റം, കാർഡിയോളജിക്കൽ ആൻഡ് ന്യൂറൽ സിസ്റ്റം. ഹാർട്ട് അടിക്കാത്ത ഒരു ദിവസം ഉണ്ടോ? ദൈവത്തിന്റെ സൃഷ്ടിയെ ഓർത്തുന്ന കരങ്ങളെ സ്തുതിച്ചോണം. ഹാർട്ടിന് ദൈവത്തിന്റെ സൃഷ്ടി നോക്കിയോണം. ഹാർട്ടിന് 4 അറ. അടിയിൽ അറയുടെ പേര് അറിയാവുന്ന പറഞ്ഞേ വെൻട്രിക്കിൾ. ഗുഡ് സിസ്റ്ററെ. മേളിൽ അറയുടെ പേര് ആർട്ടിയ. അടിയിൽ അഴുക്ക് രക്തം ലങ്സിലോട് വിടും ശുദ്ധിയാക്കാൻ. മേളിൽ കയറ്റി വിടും. അപ്പോൾ സംഭവം ഈ ടിക് ടിക് അടി എവിടുന്ന് വന്നു? ക്ലോക്ക് അടിക്കുന്നത് പോലെ. മേളിലത്തെ ആർട്ടിയുടെ വലത്തെ ആർട്ടിയ ഒരു സാധനം ഉണ്ട്, സൈനസ് നോയിഡ്. അവിടെ കറണ്ട് ഉണ്ടാകുന്നു, വൈദ്യുതി ആന്തോലനം. എന്റെയും നിങ്ങളുടെയും ഹാർട്ടിന്റെ മേളിലത്തെ വലത്തുവശത്തെ കറണ്ട് ഉണ്ടാകുന്നു, വൈദ്യുതി ആന്തോലനം, ഇലക്ട്രിക്കൽ ഓസിലേഷൻ. എപ്പം തുടങ്ങി? എന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ജനിച്ചേ 4-ാം ആഴ്ചയിലായി തുടങ്ങി. ഇന്ന് വയസ്സ് 71. ഇതുവരെ നിന്നിട്ടില്ല. ഇന്നിത് ഞാനിവിടെ നിൽക്കത്തില്ല, ഇതുവരെ നിന്നിട്ടില്ല. ഇടുക്കിയിലെ വെള്ളം കുറഞ്ഞ പരിപാടി നിൽക്കും. ഒരു ജനറേറ്റർ കേടായ ഓഫാക്കും. മൂടിയാറ്റിൽ ഒരെണ്ണം പൊട്ടിത്തെറിഞ്ഞു. 6 മണിക്കൂർ കറണ്ടില്ല. എന്റെ നിങ്ങളുടെ ദേഹത്തിൽ വല്ലതും ഉണ്ടോ? അടിച്ചെങ്ങനെ വരുന്നു? ഒന്നാമത്തെ മനുഷ്യന്റെ മൂക്കിലെ ഹോബിയായ ദൈവം ശ്വാസം ഊതിയപ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റിയായി എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ വൈദ്യുതി ആന്തോലനം. ഹല്ലേലൂയ. നമ്മുടെ തടിമെടുക്കല്ല, കുടുംബ മഹിമയല്ല, സൗന്ദര്യമല്ല, എന്റെ ദൈവത്തിന്റെ കൃപയാ. സ്തുതിച്ചേ. തലച്ചോറും ഹൃദയവും കിഡ്നി, ലിവർ, കയ്യ്, കാല്, കണ്ണ്, പല്ല്, നാക്ക്, ചെവി, ഇതെല്ലാം അത്ഭുതമാണ്. ഈ തൊലി, രക്തം, കംപ്ലീറ്റ് സാധനങ്ങൾ അത്ഭുതമാണ്. ഇത് മാത്രമല്ല, ഈ എന്താ പറയണ്ടേ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവനും അത്ഭുതങ്ങൾ തന്നെയാണ്. മരങ്ങൾ അത്ഭുതമല്ലേ? പ്രാണികളും പക്ഷികളും മൃഗങ്ങളും എന്തിനധികം പറയുന്നത്, വെള്ളം വരെ അത്ഭുതമാണ്. ആകാശത്തോട് നോക്കിയാൽ കാണുന്ന നക്ഷത്രങ്ങൾ, സൂര്യൻ എല്ലാം അത്ഭുതമാണ് എന്നും പറഞ്ഞുകൊണ്ട് നീ പറയുന്ന ഈ എന്താ ദൈവത്തെ സ്തുതിക്കണം. അതുകൊള്ളാമല്ലോടെ. നീയാണോ തീരുമാനിക്കുന്നത് ആരെ സ്തുതിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ? ഇവനെ എന്ത് പറയുന്നത് വിളിക്കുന്നത് ഞാനിങ്ങനെ നോക്കുക. എടാ നാറി, നീയാണോ തീരുമാനിക്കുന്നത് ആരെ സ്തുതിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ? നീ ഇപ്പോൾ ഏതെങ്കിലും മറ്റ് മതത്തിൽ ജനിച്ച ഒരു മനുഷ്യനാർന്നെങ്കിൽ നീ പറയുമോ ഇന്നയാളെ സ്തുതിക്ക്, മറ്റേയാളെ സ്തുതിക്ക്? നിന്റെ ഇഷ്ടത്തിന് നീ അങ്ങനെ സ്തുതിക്കാൻ പറഞ്ഞാൽ ഒക്കത്തില്ലല്ലോടാ. അതെങ്ങനെ ശരിയാവുന്നത്? വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു പൊട്ടനാണിവൻ. എന്തുകൊണ്ടെന്നാൽ ഇത്രയുള്ള കാര്യം ഇവൻ പറഞ്ഞു വളച്ചെടുത്തുകൊണ്ട് പോയത് കണ്ടോ ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവനെ തെളിയിക്കണ്ടേ? എടാ പന്ന നാറി, നിനക്ക് എന്തൊക്കെ അറിഞ്ഞിട്ടും കാര്യമില്ല. കാരണം നീ പൊട്ടനാണ്, പൊട്ടൻ. ഓ കരങ്ങളും അടിച്ചു വായികൾ തുറന്ന് പൂർണ്ണമായിട്ട് മാറി. കർത്താവിന്റെ കരുണയാ, ഇത് ദൈവത്തിന്റെ കൃപയാ. ഈ കുഞ്ഞ് ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കാനല്ല യേശു ക്രൂശിൽ മരിച്ചത്. ഈ കുഞ്ഞ് സൗഖ്യമാകാനാ. കരമടിച്ചു ചേർന്ന് ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. തകർന്ന നട്ടല് കൂടി ചേർന്നു. കരമടിച്ചെന്ന കർത്താവിനെ സ്തുതിച്ച് അരക്ക് കീഴ്പോട്ട് തളർന്നു പോയവൻ ഇനി പറ, യേശു ജീവിക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി പുള്ളികളുടെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് ദൈവം ഭയങ്കര പുള്ളിയാണ്, മക്കളെ കണ്ടോ, ദൈവം ഉണ്ടാക്കിയത് കണ്ടോ, ദൈവം ചെയ്തത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പറയും. പ്രോത്സാഹിപ്പിക്കുക, ദൈവത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പറയുമ്പോൾ കുറെ പൊട്ടന്മാർ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ മണ്ടന്മാരും കൂടെ എന്തെന്നറിയോ? കമോണ്ട്രാ ദൈവമേ, കമോണ്ട്രാ ദൈവമേ, കൊള്ളാടാ, നീ പുലിയാടാ എന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ പൊക്കി ഇങ്ങനെ തുള്ളുക, മതിക്കുക. അപ്പൊ ഇവന്റെ വിചാരം എന്നറിയോ? ദൈവം ഇങ്ങനെ നോക്കുമല്ലേ ഇവന്മാരാരൊക്കെയാ കൈയടിക്കുന്നത്? കൈയടി കൊള്ളാം, സന്തോഷമായി, എന്നാ പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് കാണിച്ചേക്കാം എന്ന് വിചാരിക്കുന്നു. ഈ സച്ചിനൊക്കെ ഒരു 6 അടിച്ചിട്ട് ഇങ്ങനെ ബാറ്റും ഒക്കെ കാണിക്കുമ്പോൾ ചാടി എന്നിട്ട് ചിയർ ഗേൾസ് തുള്ളുന്ന പോലെ കുറെ എണ്ണം തുള്ളുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ക്യാൻസർ മാറ്റി എന്ന് പറയുന്നു. ബ്ലഡ് ക്യാൻസർ, കുഞ്ഞിന്റെ ബ്ലഡ് ക്യാൻസർ മാറി. ഓ ഇങ്ങനെ നിപ്പാ ഇങ്ങനെ കൈയൊക്കെ പൊക്കിട്ടു അടി പൊളിക്കാൻ അങ്ങോട്ട് ഒന്നെ. ഈ കൈയുടെ അങ്ങോട്ട് കേൾക്കുമ്പോൾ ഒന്നെ ദൈവം അവിടെ നിന്ന് നോക്കിയിട്ട് വിചാരിക്കും, ഓ എന്നാ പിന്നെ ഒരാളെ കൂടി ഇന്ന് അങ്ങ് സൗഖ്യമാക്കിയേക്കാം. ഇതാണോ ഇവർ വിചാരിച്ചേക്കുന്നത്? അല്ല അറിയാം എല്ലാം എന്നിട്ട് ചോദിക്കുക. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ഒരു 1000 പേരുടെയും തോന്നൽ ഇതാണോ? അതായത് ഇവൻ അങ്ങോട്ട് കൈയടിച്ച് ഹാർട്ടില്ലേ എല്ലാവരോടും ദൈവം വിളിച്ചേ, കമോണ്ട്രാ ദൈവമേ, കമോണ്ട്രാ. അതല്ലേ അവിടെ നടക്കുന്നത്. പോട്ടെ, ഈ പാവങ്ങളെ നമുക്ക് വിട്ടേക്കാം, മണ്ടന്മാരാണ്. പക്ഷേ ഈ നിന്ന് കൈയടിക്കാൻ പറയുന്നുണ്ടല്ലോ, അവന് നന്നായിട്ട് അറിയാം ആരെയാ പറ്റിക്കുന്നതെന്നും എന്തിനാ പറ്റിക്കുന്നതെന്നും. ഇവനെ പോലുള്ള പട്ടികളെയൊക്കെ പുറകെ പോകാവും. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നിങ്ങളെ പറ്റിച്ച് കളിയാക്കി കാശുണ്ടാക്കുന്നവന്മാരെ ഇമാര്. ദൈവം അങ്ങനെ ചെയ്തു, ദൈവം ഇങ്ങനെ ചെയ്യും, ദൈവം സംഭവമാണ്, ശരിയാണ്, സമ്മതിച്ചാൽ ഇവൻ ആരായി പറയാൻ? അല്ലേ ഇവൻ കൈയടിപ്പിക്കുന്നതിനാ നിങ്ങളെ കൊണ്ട്?